ഇന്നലെ ചെങ്ങന്നൂർ മുനിസിപ്പൽ കോടതിയിലെ രാവിലെ അരങ്ങേറിയ സംഭവം എന്ന് പറയുന്നത് ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. നമ്മുടെ നിയമ സംവിധാനത്തിൽ ഒരിക്കലും സംഭവിച്ചുകൂടാത്ത ഒരു കാര്യമായിരുന്നു അത്. ഈ ജഡ്ജിമാർക്ക്, അതായത് മുനിസിപ്പൽമാർക്കായാലും മജിസ്ട്രേറ്റുമാർക്കായാലും പിന്നെ മറ്റ് ജഡ്ജിമാർ, സബ് ജഡ്ജി, ജില്ലാ ജഡ്ജി, ഹൈക്കോടതി ജഡ്ജി, ഇവർക്കൊക്കെ ആയാലും അവർക്ക് ചേംബറുകളുണ്ട്. അതായത് കോർട്ട് ഹാളിനോട് മിക്കവാറും ചേർന്നായിരിക്കും ചേംബറിനകത്തുനിന്ന് ആയിരിക്കും കോർട്ട് ഹാളിലേക്ക് കയറുന്നത്. ചിലപ്പോൾ അത് വെളിയിൽ കൂടെ നടന്നു വരേണ്ടതായിട്ടുണ്ട്. ഈ ചേംബറിൻ്റെ പുറത്ത് എപ്പോഴും ആരെങ്കിലും യഥാർത്ഥത്തിൽ ഇരിക്കും. കാരണം കാണുന്നവർക്കെല്ലാം ചേംബറിലേക്ക് കയറാൻ പറ്റത്തില്ല, അങ്ങനെ കയറ്റി വിടത്തില്ല, കയറാനും പാടില്ല. അപ്പോൾ അത് ആരും അറ്റൻഡ് ചെയ്യാതെ അവിടെ കിടന്നു കഴിഞ്ഞാൽ ആർക്കും വന്ന് കയറിപ്പോവാം. അങ്ങനെ കക്ഷികളൊന്നും വന്ന് കയറാതിരിക്കാനാണ് ഈ വെളിയിൽ ആളിരിക്കുന്നത്. എന്താ കാര്യമെന്ന് ചോദിക്കും, പോയി പറഞ്ഞിട്ട് വന്ന് അനുവാദം ചോദിച്ചിട്ട് വന്നിട്ട് കയറ്റി വിടാൻ പറഞ്ഞാൽ വെക്കുക, അല്ലെങ്കിൽ കയറണ്ട. കാര്യം എന്തുവാന്ന് ചോദിച്ചിട്ട് കാര്യം പറയണം. കേസ് കാര്യമാണെങ്കിൽ അങ്ങോട്ട് കയറണ്ട എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെയുള്ളവരെ കയറ്റത്തില്ല. പിന്നെ ഏതെങ്കിലും ഒരു പരാതി പറയാൻ വന്നതാണെങ്കിൽ അത് ശരി, ഒരു സ്റ്റാഫിനെ കുറിച്ചുള്ള പരാതിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറ്റിവിടും. അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലാതെ കേസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എൻ്റർടൈൻ ചെയ്യത്തില്ല ഇവരെ ആരെയും. ഈ അമല ലോറൻസ് എന്ന് പറയുന്ന ഒരു വനിതയാണ് അവിടെ മുനിസിപ്പായിട്ട്, ചെങ്ങന്നൂർ മുനിസിപ്പായിരിക്കുന്നത്. അമല ലോറൻസിൻ്റെ ചേംബറിലേക്ക് ഒരുത്തനെ അതിക്രമിച്ച് കയറുകയാണ്, അരുൺ എന്ന് പേരുള്ള ഒരുത്തൻ. അവനെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഒരു സ്ഥിരം കുറ്റവാളിയാണ്, വഴക്കളിയാണ്. വഴക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്നിന് കീഴ്പ്പെട്ടിരിക്കുന്നവനാണ്. മയക്കുമരുന്ന് അടിച്ചു കഴിഞ്ഞാൽ അവൻ നേരെ പോയി ആദ്യം അവൻ്റെ അച്ഛനെ എടുത്തിട്ട് അടിക്കും. അങ്ങനെ വീട്ടിലെല്ലാം വഴക്കുണ്ടാക്കും. ഇടയ്ക്കിടയ്ക്ക് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവസാനം അവർ വീട്ടുകാർ തന്നെ ഇവൻ വീട്ടിൽ കയറരുത് എന്നുള്ള ഓർഡർ കോടതിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇതിനെതിരെ വല്ല ഓർഡർ കൊടുത്തതിൻ്റെ വിരോധം വല്ലതും ആണോ എന്ന് ഉള്ളത് അറിയാൻ വയ്യ. എന്തായാലും അമല ലോറൻസ് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവനെ ഒരു ഓവർകോട്ടും ഒരു തലയിൽ ഒരു ഹുഡും ഒക്കെ വെച്ചിട്ടുണ്ട്. എന്തുവാ സംഭവം, അകത്ത് ഉടുപ്പൊന്നും വരെ കാണുന്നതായിട്ട് ഈ പടത്തിൽ കാണുന്നില്ല. അവനെ ഒരു കുപ്പിയുണ്ട്, ആ കുപ്പി എടുത്ത് തുറന്നു. അപ്പോൾ ഈ ലേഡി മുൻസിഫ് വളരെയധികം ഭയപ്പെട്ടു, ഇറങ്ങി ഓടി. കാരണം ഇത് ആസിഡോ അതുപോലുള്ള എന്തെങ്കിലും മെറ്റീരിയലായിരിക്കും അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കോർട്ട് കീപ്പറും വേറെ ഏതോ ഒരു സ്റ്റാഫും, ഒരു കോടതിയിലെ ഒരു സ്റ്റാഫും അവർ ഓടി വന്നിട്ട് ഇതിപ്പോൾ ഈ മുൻസിഫ് ഇറങ്ങി വെളിയിലോട്ട് ഓടി ഉടനെ ഇവർ മറിഞ്ഞു വിടും. അവർക്ക് പരിക്കും പറ്റി. കാരണം ഇത്രയും വെപ്രാളം, ഫ്രാൻറ്റിക്കായിട്ടുള്ള ഓട്ടമല്ലേ. ഇവൻ പുറകോട് ഇറങ്ങുക. അപ്പോൾ ഇവനെ കയറി പിടിക്കാൻ മറ്റൊരു ശ്രമിച്ചപ്പോഴത്തേക്ക് ഇവൻ്റെ ഈ ഓവർകോട്ടിന് അടിയിലിരുന്ന പോക്കറ്റിലിരുന്ന ഈ കുപ്പി താഴെ വീണ് പൊട്ടി. ഒരു ചില്ലു കുപ്പിയിലാണ്, എന്തോ അധികം ഉണ്ടായിരുന്ന ദ്രാവകമെന്ന് അറിഞ്ഞില്ല, ഏതായാലും അത് പൊട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ഇവൻ വീണ്ടും ഇറങ്ങി ഓടി. അവിടെ അഭിഭാഷകരും അതുപോലെ തന്നെ നാട്ടുകാർ, ഓട്ടോറിക്ഷ ഡ്രൈവർമാരും മറ്റേ ചില നാട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നവരല്ലേ ഇവനെ ഓടിച്ചിട്ട് അവസാനം പിടികൂടി. അപ്പോൾ ഇവനെ ഏതാണ്ടൊക്കെ അവൻ വിളിച്ച് പറയുന്നുണ്ട്, അവനെ കുറേ ദിവസമായിട്ട് നടക്കുന്നതായിട്ട്. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാര്യം എന്താണെന്നറിയോ, ഈ ജുഡീഷ്യൽ ഓഫീസേഴ്സിന് എപ്പോഴും ശരിയായ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. കാരണം അവരുടെ മാറ്ററല്ല ഡിസൈഡ് ചെയ്യുന്നതൊന്നും, വേറെ ആളുകളുടെയാണ്. അപ്പോൾ ഏതെങ്കിലും ഓർഡർ പാസ്സാക്കി കഴിയുമ്പോൾ അവർക്ക് ഈ തോറ്റ ഭാഗത്തിന്, അതായത് ആർക്കെതിരെ ഉത്തരവ് കൊടുത്തോ, അവർക്ക് വൈരാഗ്യം വരാൻ സാധ്യതയുണ്ട്, പലപ്പോഴും ഉണ്ട്. അത് വെറുതെ വൈരാഗ്യം വരുന്ന നല്ല രീതിയിലുള്ള ഓർഡർ ആയിരിക്കും പറഞ്ഞേക്കുന്നത്, സത്യസന്ധമായ ഓർഡറും ആയിരിക്കും. അല്ലേ തന്നെ ഇങ്ങനെയുള്ള ഒരുത്തൻ്റെ കാര്യത്തിൽ ഓർഡർ പറയണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്വാധീനത്തിന് വഴങ്ങി ആരെങ്കിലും പറയുമോ? അങ്ങനെ ഉണ്ടെന്നുള്ള പരാതി ഉള്ളവന്മാരാണെങ്കിൽ അതിന് വേറെ ഫോറമുണ്ട് കൊടുക്കാൻ. അല്ലാതെ ആ ജുഡീഷ്യൽ ഓഫീസറുടെ ചേംബർ കയറുകയല്ല. പ്രത്യേകിച്ച് ഒരു സ്ത്രീയും കൂടാണ്. അവർ ഒരു വനിതയ്ക്ക് നേരെയുള്ള കയ്യേറ്റമാണ് നടത്തിയത്. ഇവരെ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടില്ലെങ്കിൽ ഈ കുപ്പി ഇരിക്കുന്ന ദ്രാവകമല്ല ആസിഡ് ആണെന്നുണ്ടെങ്കിൽ
അത് മുഖത്തങ്ങനെ എടുത്തൊഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം പോയില്ലേ? ഇങ്ങനെ വരുന്നവന്മാർ കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് നമ്മളെപ്പോഴും കരുതിയിരിക്കണം. ഈ ജുഡീഷ്യൽ ഓഫീസേഴ്സ് കരുതിയിരിക്കുന്നത് മാത്രമല്ല, ഈ ജുഡീഷ്യൽ ഓഫീസേഴ്സിന് എല്ലാവരും പോലീസിനെ കൊടുക്കുന്നത് പ്രായോഗികമായ കാര്യമല്ല. കാരണം സ്റ്റേറ്റിന് വലിയ ചിലവ് വരുന്ന കാര്യമാണ്. അത് വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കോടതി സ്റ്റാഫ് ഉണ്ടല്ലോ, അവർ കോടതിയിലെ അറ്റൻഡർ അങ്ങനെ ഉണ്ട്. പിന്നെ ഇവരുടെ പേഴ്സണൽ പ്യൂണുണ്ട് എപ്പോഴും. അത് ഉറപ്പാണ്, ഉള്ളതാണ്. ഈ പേഴ്സണൽ പ്യൂണ് അവരെയൊക്കെ വീട്ടിലങ്ങ് നിർത്താതെ അവരെ ഈ കോടതിയിലൂടെ കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് അവർ വെളിയിൽ ഇരിക്കാൻ പറയണം. അവിടെ ഒരു സ്റ്റൂളിട്ട് വെളിയിൽ അവരിയ്ക്കും. ഇരുന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും വന്നാൽ എന്താ കാര്യം, അത് ഇന്നാരെ കാണണം, എന്താ സംഭവം, അത് അല്ല കാര്യം ചോദിക്കാതെ കേട്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്നതാ കാര്യം, ശരി ഞാൻ ചോദിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അകത്ത് വന്ന് ചോദിച്ചിട്ട് അനുവാദം കൊടുത്താൽ മാത്രമേ ഇവരെ അകത്ത് വിടാവുള്ളൂ. അപ്പോൾ അവിടെ മാത്രമല്ല, ഇങ്ങനെ എന്തെങ്കിലും സംശയാസ്പദമായ രീതിയിൽ വരുന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിൽ, അവനെ ഇങ്ങനെ കറങ്ങിടക്കുന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിൽ 3 നേരം വേറെ ആരെങ്കിലും കൂടെ ഇത് ശ്രദ്ധിക്കണം. മാത്രമല്ല ഇവൻ്റെ കൂടെ അത് ഈ കയറി വരികയും വേണം. ഞാൻ പണ്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പണിയുണ്ടായിരുന്നു. എന്നെ ഈ പ്രത്യേകിച്ച് ഏതെങ്കിലും സ്ത്രീകൾ, അപ്പോൾ അത് കോടതി ജീവനക്കാരി പോലും, അതായത് എൻ്റെ നേരെയുള്ള സ്റ്റാഫിലുള്ള അല്ലാത്ത ഒരു ജീവനക്കാരി ആയാലും വന്നു കഴിഞ്ഞാൽ ഞാൻ നിർബന്ധമായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേഴ്സണൽ പ്യൂൺസിൻ്റെ ഡെഫേദാരുടെ അടുത്തോ പേഴ്സണൽ പ്യൂൺസിൻ്റെ അടുത്തോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ ചേംബറിനകത്ത് നിൽക്കണം. കാരണം ഞാൻ ആരുടെയും അങ്ങനെയുള്ളവരുടെ പ്രസൻസിലല്ലാതെ സ്ത്രീകളെ ഞാൻ കാണാറില്ല. അല്ലെങ്കിൽ അവരെൻ്റെ സ്റ്റാഫായിരിക്കണം. എൻ്റെ സ്റ്റാഫല്ലാത്ത ഒരു ലേഡി വന്നു കഴിഞ്ഞാൽ ഞാൻ നിർബന്ധമായിട്ട് പറയും, നിങ്ങളിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നിന്നോണം, വല്ലതും പൊടി തട്ടിയോ ഏതെങ്കിലും ഫയൽ എടുത്ത് വെക്കുകയോ, കാരണം ഇവരെ ആക്ഷേപിക്കാനൊന്നും തോന്നാൻ പാടില്ല. ആ രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് യഥാർത്ഥത്തിൽ എനിക്കത് പറഞ്ഞു തന്ന ആരാണെന്നറിയോ, ഇത് ജസ്റ്റിസ് അസംബ്ലിയാണ് എനിക്കത് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇങ്ങനൊരു സംഭവമുണ്ട് കമാൽ പാഷ, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം എപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ആവശ്യമില്ലാത്ത ഒരു അലിഗേഷൻ നമ്മുടെ പേരിൽ വരുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് വളരെ ജാഗരൂകരായിരിക്കണം ഇങ്ങനെയുള്ള കാര്യത്തിൽ എന്ന് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനിപ്പോഴും ഞാൻ നന്ദിയോടെ അത് സ്മരിക്കുന്നു. ഞാനത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ഞാൻ സർവീസിൽ നിന്ന് പിരിയുന്നത് വരെയും ആരെങ്കിലും ഇതുപോലെ ഒരു ലേഡിയെ കാണാൻ വരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് ബെല്ലടിക്കുമ്പോൾ ആൾ വരും. വന്നു കഴിഞ്ഞാൽ മറ്റേ ആരാണ്ട് വരുന്നുണ്ട്, ആരാ വന്നേക്കുന്നതെന്ന് നോക്കാൻ പറയും. നോക്കിക്കഴിഞ്ഞാൽ ഇവർ തുറന്നിടങ്ങ് പോകരുത്. പ്രൈവറ്റ് ടോക്കിന് ഞാൻ ഇടം കൊടുക്കാറില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം എനിക്ക് പ്രൈവറ്റ് ടോക്ക് നടത്താനില്ല ആരുമായിട്ടും. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ശ്രദ്ധിച്ചാൽ ഈ കുഴപ്പം വരത്തില്ല. ഇല്ലെങ്കിൽ ഇത് വളരെ ഒരു അപകടമാണ്. ഇതുപോലെ ആരെങ്കിലും കാണാൻ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യും, നിങ്ങളിങ്ങനെ ആരെങ്കിലും പബ്ലിക്കിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കുടുങ്ങി കയറിപ്പോരെ, നിൽക്കണം, എന്നിട്ട് അവിടെ നിൽക്ക്. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ കയറി വരുമ്പോൾ ബെല്ലടിച്ച് നമ്മൾ ആളിനെ വിളിച്ചിട്ട് എന്നിട്ട് ഇവർ സംസാരിക്കാവൂ എന്താ കാര്യമെന്ന്. കാരണം ഇവൻ എന്താ പറയാൻ പോകുന്നതെന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെയുള്ള ഒരു ശ്രദ്ധ ഈ കാര്യത്തിൽ വേണം. ഏതായാലും ഇത് എന്തായാലും ലേഡി മുൻസിഫ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ. അവരാകെപ്പാടെ പാനിക്കിലായി. പിന്നെ ഒരു വനിതാ അഭിഭാഷക തന്നെ ഒരു പെൺകുട്ടി പിടിച്ചവരെ ആ ബാർ അസോസിയേഷൻ ആളിൻ്റെ ബാക്കിലേക്ക് മാറ്റി നിർത്തി. അങ്ങനെയൊക്കെ ഇവരെ രക്ഷപ്പെടുത്തിയതാണ്. ഏതായാലും അഭിഭാഷകരും ഒക്കെ ഇങ്ങനെയുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇത് വേറെ സംരക്ഷിക്കാനൊന്നും ആളുകളൊന്നും ഇല്ല. ഏതായാലും ഇത് വല്ലാത്തൊരു സംഭവമായിപ്പോയി.